ഇവനെ ഞാൻ ഇടിക്കട്ടെ പെണ്ണുങ്ങള് വലയിൽ വീഴ്ത്തുന്ന അധ്യാപകർ ഇതിലെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ തീർച്ചയായും നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. തല്ലി അങ്ങോട്ട് കൊന്നു. ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് അത് ചെയ്തിട്ടുള്ളത്, അവനെ കൊന്നു കളഞ്ഞത്. അപ്പൊ ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ കൂട്ടുകാരെന്ന് പറയുമ്പോ. അപ്പൊ ഇവരുണ്ട് അല്ല, അതിൽ ഇവര് രണ്ടുപേരും നമ്മൾ അതിൽ ആഡ്. കാരണം അതിനു മുമ്പാണ് എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ആ ആൾ ആരാന്ന് എന്താന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം പറയും. കാരണം അയാൾ അത്ര ഫേമസ് ആവണ്ട, എന്റെ വായിൽ നിന്ന് വീണിട്ട് അയാൾ ഫേമസ് ആയിരിക്കാം. ഇപ്പൊ എനിക്ക് അയാളെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. എന്നോട് അങ്ങനെ പറഞ്ഞൊരു കാര്യം അതാണ്. കാരണം അഭിലാഷ് ആരാന്ന് മലൻ ആരാന്ന് എനിക്ക് അറിയാവുന്നിടത്തോളം കാലം പുറമെ ഇതറിയാത്ത ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോ പ്രോബ്ലം. ഞാനൊരു ചെറിയ കഥ പറയാം. എന്നോട് ഇങ്ങോട്ട് ഇന്റിമസി കാണിക്കുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ തിരിച്ചു കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ മാന്യമായിട്ടൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചേച്ചി നമ്മളൊപ്പം നിന്നെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായും പൊതുവെ സിനിമാ മേഖലയിൽ പ്രൊഡക്ഷൻ ഭാഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. എന്നാൽ സ്വന്തമായി ആ ഒരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ച അനുപമ മേനോനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അനുപമ മേനോൻ. അപ്പൊ കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങളായ അലിൻ ജോസ് പെരേരയുണ്ട്, അഭിലാഷ് ആട്ടയും ഉണ്ട്. വെൽക്കം. അപ്പൊ ഇവര് തമ്മിലുള്ളൊരു കോപ്പറേറ്റീവ് എങ്ങനെയാണ്, കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഞാൻ ഇവരെ രണ്ടുപേരും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ആങ്കർ ആയിരുന്നു, ഒരു ചാനലിന് വേണ്ടിട്ട്. അങ്ങനെ അത് ടെലികാസ്റ്റ് ചെയ്തില്ല. അതുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു വിശേഷം ഉള്ളത്, ആ ഒരു ഇന്റർവ്യൂല് എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എന്നിട്ടും തെറിവിളി കേൾക്കേണ്ട ഒരു അവസ്ഥ വന്ന ഒരാളാണ്. കാരണം പുറമെ കാണുന്ന പ്രേക്ഷകർക്ക് അറിയില്ല അതിനകത്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത്. ആ സമയത്ത് ഇവരൊക്കെ എയറിൽ കയറിയിരിക്കുന്ന സമയം കൂടിയിട്ടാ വൈറലായി കഴിഞ്ഞിട്ട് ഒരു കാരണം ആ സമയം അലൻ ജോസിന്റെ കൂടെയും അഭിലാഷിന്റെ കൂടെ ഏത് പെണ്ണ് നിന്നാലും അതിന് വേറൊരു പേരാണ്. അപ്പൊ ഈ വന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ആ ഒരു ആൾക്കാരാണ് എന്ന് എനിക്ക് ആ പ്രേക്ഷകര് കാണുന്നത്. കാരണം അലൻ ജോസിന്റെയും അഭിലാഷിന്റെയും ഒക്കെ ഫോട്ടോ ഇട്ടാലും അവരിടുന്ന ഇന്റർവ്യൂവിന്റെ അടിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും അമ്മയും പെങ്ങളെയും എന്താ പറയാ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള കമന്റ്സാ. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ചിലപ്പോ ആർക്കും അങ്ങനെ അറിയാറില്ല. ഞാനൊരു ഡയറക്ടറാണ്, പക്ഷെ എന്ന് പറഞ്ഞ വലിയ ബ്രഹ്മാണ്ഡ പടങ്ങൾ ചെയ്ത ഒരാളൊന്നല്ല. എന്റെ പാഷന് വേണ്ടിയിട്ട് ഞാൻ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മൾ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരുവിധം എല്ലാം ഓൺ പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മൂവി 2022 റിലീസായ ഒന്ന് എന്ന് പറയുന്ന സിനിമ, അത് തിയേറ്റർ റിലീസായിരുന്നു. ചിത്രാഞ്ജലി പാക്കേജിൽ നമ്മൾ ചെയ്ത പുതിയ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ ഡയലോഗ് പോർഷൻസിലൂടെ ഒക്കെ സിനിമയിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. യെസ്. പിന്നെ സിനിമയിൽ തന്നെ ഇപ്പോ അതില് മെയിൻ ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള ഒരു മാഷുണ്ട്, അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു പാട്ട് സീനില്. അതിൽ അഭിനയിച്ച മറ്റൊരു നായകനായിട്ടുള്ള ഒരു ആള് അത്യാവശ്യം 1-2 സിനിമകളിലൊക്കെ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് കാറ്റഗറിയിലല്ല. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച മറ്റൊരു കഥാപാത്രം ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാഷായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ജോർജൻ കാഞ്ഞാണി എന്ന് പറയും. അദ്ദേഹം കിരീടം എന്ന് പറഞ്ഞ സിനിമയില് നല്ലൊരു കഥാപാത്രം ചെയ്ത നമ്മുടെ കിരിക്കാടൻ ജോസിന്റെ ബ്രദറായിട്ട്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിലും ഇപ്പോ സീരിയലുകളിലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ചില ഫേസ്. എന്നാൽ നമുക്ക് ഇവരുടെ പേരൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. അതേപോലെ സിനിമ പ്രൊഡ്യൂസർ ആയിരുന്ന സാൻഡ്വിച്ച്, അതുപോലെ ഓടും രാജ ആടും റാണി എന്ന് പറഞ്ഞ സിനിമ ജനകനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, സജീവ് മാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് എൻ്റെ സിനിമയിൽ ലീഡിങ് കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പുറമെ കുറച്ച് പുതിയ ആളുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു 10-ൽ താഴെ ആൾക്കാരെയാണ്. പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ 90% സിനിമ എന്താണ് അല്ലെങ്കിൽ സീരിയലുകളിലൊക്കെ മുഖം കാണിച്ചിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഇവരെ ഞാൻ ഇന്നതിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ആൾക്കാരാണ് ആ സിനിമയിലുള്ളത്. പക്ഷെ അത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ചിത്രാഞ്ജലി പാക്കേജിൽ അതിന്റെ പ്രൊഡ്യൂസറും ഒരു ലേഡിയാണ്, ഡയറക്ടറായിട്ടുള്ള ഞാനും ഒരു ലേഡി ആയിട്ടുള്ള. അതെന്റെ ഫസ്റ്റ് ഡയറക്ഷൻ ആണ്. അതിനുശേഷം ഞാൻ അസോസിയേറ്റോ അസിസ്റ്റന്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊരു ടീമുണ്ട്. ആ ടീമിനകത്ത് നിന്നിട്ട് തന്നെ ചെറിയ ചെറിയ വർക്കുകൾ, ഇപ്പൊ എന്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ ഒരു ആ സിനിമ 12 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. കാരണം ഒരു 25 ദിവസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി കപിൽ ചാടൂർ എന്ന് പറയുന്ന എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളാണ്. അദ്ദേഹം അസോസിയേറ്റും ചീഫ് അസോസിയേറ്റും ആയിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ളതാ. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാം ഇട്ടിമാണി മേഡ് ഇൻ ചൈന, അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഭൂമിയിലെ മനോഹര സ്വകാര്യം, നമ്മുടെ ഷൈജു അന്തിക്കാട് സാറിന്റെ ആ പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ ഡയറക്ഷന്റെ ബാലപാഠങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതൊക്കെ. ഈ കിരീട സിനിമ ഉണ്ടാണോ? കൂട്ടുകാരുടെ സാധനം ഓർമ്മ. കിരീടം പടത്തില് തിലകൻ ചേട്ടനും ജഗദീഷ് ചേട്ടനൊക്കെ സംസാരിച്ച സീനുണ്ടല്ലോ. അതായത് സേതുമാധവൻ ടൗണിൽ കിടന്ന് അടി കൂടി പോലീസ് സ്റ്റേഷനിലാണ്. അപ്പൊ സങ്കടത്തില് തിലകൻ സാർ പറയും എന്റെ മോൻ ചെയ്തു ഇനി കൈവിട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോ പെരേരെ ഇപ്പൊ കാണിച്ചോളൂ ജഗതിയുടെ എന്റെ വീട്ടിലേക്ക് 8 മണിക്ക് ചോറുണ്ടെന്ന് എന്ന് പറയുന്ന പുള്ളി കോട്ടുമായിട്ടുണ്ട്. അപ്പൊ ചേച്ചി സിനിമ എന്നുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഭാഗത്തിലേക്ക് വരാനുള്ള ഒരു എപ്പോഴാണ് അതിന്റെ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് അതിനകത്തേക്ക് വന്നത്? സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കുഞ്ഞുകാലം സ്കൂള് പഠിക്കുന്ന കാലഘട്ടത്തില് അന്ന് ചിത്രഗീതം പരിപാടിയോടാണ്. അത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7:30 ചിത്രഗീതം. പണ്ട് കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 92 ഒക്കെ ആയിരിക്കും തോന്നുന്നു. അതെ, 92 ആ കാലഘട്ടമാണ് നമ്മുടെ ഓർമ്മയിലുള്ള നമ്മുടെ ജനിച്ച് ഒരു ഇപ്പൊ ഞാൻ ജനിച്ചത് 80s '90s ആണ് എന്റെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുള്ള സമയം. ആ സമയത്ത് ഒരു 4-ലോ 5-ലോ അങ്ങനെയൊക്കെ പഠിക്കുന്ന കാലഘട്ടമായിരിക്കാം. അപ്പൊ ആ സമയത്താണ് ചിത്രഗീതത്തിനോടാണ്. അന്ന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊന്നും ഓർമ്മയിലില്ല. വളരെ കുറച്ച് എപ്പോഴും എന്തോ പോയി കണ്ടിട്ടുള്ളത് മാത്രം. ഈ ചിത്രഗീതത്തിലെ പാട്ടുകൾ വരുമ്പോഴാണ് അന്ന് അത് കാണാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന സിനിമ കാണുമ്പോൾ ആ പാട്ട് സീനാണ് ശരിക്കും പറഞ്ഞ മൈൻഡിലേക്ക്. പിന്നെ ഏത് പാട്ടാണ് ഓർമ്മയിലുള്ളത് അത് ഇന്നും മറക്കാത്ത? ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിൽ വിയറ്റ്നാം കോളനിയിലെ പാതിരവായ എന്ന പാട്ടില് ആ പാട്ടാണ് എന്റെ മനസ്സിൽ അന്നും ഇന്നും. കാരണം അന്നത്തെ കാലത്ത് പാതിരവായ ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോ ആ ഓർമ്മ വരും. അതുപോലെ ഏത് പാട്ടാണ് അന്നാ ചിത്രഗീതം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറുതാണ് ചേച്ചി ചോദിക്കാറല്ലോ. ഓടയിൽ നിന്നുള്ള പറഞ്ഞ പടത്തിലെ പോലെ പാട്ടാണെങ്കിൽ അമ്മൂമ്മയായിരിക്കുന്ന കരുതിയാണ് ഞാൻ ചോദിച്ചത്. ഇറക്കി വിടുവോ? ഈ ഫ്രെയിം ഒന്ന് ഇറക്കി വിടുവോ? എന്നെ നാണം കെടുത്ത ഓടയിൽ നിന്നാണെങ്കിൽ ഈ അപ്പൊ അമ്മൂമ്മയാണോ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. പ്രായത്തിലേക്ക് എന്ത് കാര്യം? പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും 80s പാട്ടുകളോടാണ് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത്. പക്ഷെ 90s വരുമ്പോ അത് കുറച്ചും കൂടെ ചിത്രം അങ്ങനെയുള്ള ഒരു സിനിമ. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലേറ്റവും കാണണം എന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ അനീതിപ്രാവിലെ പാട്ടിനോട്. എങ്കിലും നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും കേൾക്കുന്നത് വിമർശനം കേൾക്കുന്നതാണ്. നല്ല പണ്ടത്തെ അത്ര നല്ല പാട്ടുകൾ വരുന്നില്ല കേൾക്കാൻ പറ്റുന്ന പാട്ടുകളില്ല. അതാണ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മ്യൂസിക് ഇല്ല എന്നുള്ളതാണ്. പാട്ടിന്റെ വരികൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് മൊത്തം മ്യൂസിക് ആണ്. ആ മ്യൂസിക് പലതും നമുക്ക് അങ്ങോട്ട് ഒരു തവണ കേട്ടാൽ ഓക്കെ. ആചാര്യം പടം കണ്ടാണോ? സുരേഷ് ഗോപി ചേട്ടന്റെ പടമാണ്. അതിലെ ഡയറക്ടർ അശോകൻ അതിൽ അശോകൻ ചേട്ടൻ മൂക്കിലാരായത്ത് പടം അല്ലേ. അപ്പം ആ സിനിമയിൽ ചായം തന്ന സന്ധ്യ എന്നുള്ള പാട്ടുണ്ട്. അത് ഭയങ്കര ഒരു പാട്ടാണ്. ഇന്നത് കേൾക്കുവാണെങ്കിൽ യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ആചാര്യം പടത്തില് അത് അർത്തന പടത്തിലൊരു പാട്ടുണ്ട് കാതോരമായി എന്നുള്ള പാട്ട്. അവിടെ പാട്ടുകൾ
കാതോരമായി മൂളുന്നില്ല. അപ്പൊ അതുകൊണ്ട് പാട്ടുകളൊന്നും ഇനി കിട്ടത്തില്ല ഒരിക്കലും. കിട്ടും? ഇല്ല. ഇപ്പൊ ആകാശദൂത് പോലെ പെരേരെ ഒരു പടം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? ഇല്ല ഇല്ല കാണാൻ കരയോ? ഇല്ല. കരയത്തില്ല. ആകാശദൂത് ഇപ്പോൾ അവർക്ക് ഇമോഷൻസ് ഒക്കെ കുറവാന്നല്ലോ പറയുന്നത്. പടങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ അഭിലാഷം പടം കണ്ടു ഞാൻ ആ കരഞ്ഞെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും വയലൻസ് ആണ് ഇഷ്ടം. ഇന്ന് വയലൻസ് ഉണ്ടോ എന്നാൽ അവരത് പോയിരുന്ന് കാണും, അത് എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ആയില്ലേ ഇപ്പോ. ചേച്ചിക്ക് എങ്ങനത്തെ പടങ്ങൾ ഇഷ്ടം? എനിക്ക് പഴയ നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിന്റെ ആ ഒരു ഫീൽ ഗുഡ് ഇതുവരെ ചെയ്തേക്കണൊക്കെ അങ്ങനത്തെ ടൈപ്പ് മൂവീസ് ആണ്. അല്ല, ഞാൻ ആദ്യമായി ചെയ്ത മൂവി തന്നെ ഇച്ചിരി വയലൻസ് അതൊരു സൈക്കോ ത്രില്ലർ മൂഡിലാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്റ്റോറി കുട്ടികളെ അധ്യാപകർ തന്നെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ പോക്സോമായി കണക്ട് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞ ഓവർ വയലൻസ് ഒന്നും ആ സിനിമയിലില്ല. അല്ല, കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. കാരണം അതിൽ ഏറ്റവും വലിയൊരു രസകം എന്താന്ന് പറഞ്ഞാൽ യു സർട്ടിഫിക്കറ്റ് മൂവിയാണ്. എനിക്ക് യു-ബാർ-എ പോലും അല്ല. അങ്ങനെ ഒരു വയലൻസ് ആയിട്ട് ഞാൻ എടുത്ത മൂവി ആണെങ്കിലും കുട്ടികളുടെ മൂവി എന്നുള്ള ഒരു കാറ്റഗറിയിൽ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വയലൻസിന്റെ ഇത് നമ്മൾ അധ്യാപകർ എന്ന് പറയുമ്പോ ആണും പെണ്ണും ഞാൻ പെണ്ണുങ്ങള് വലയിൽ വീഴ്ത്തുന്ന അധ്യാപകർ ഇതിലെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ തീർച്ചയായും നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു മദ്രസ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ അങ്ങനെ പല തരത്തിലും നമ്മൾ ന്യൂസുകൾ ഞാൻ അത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മൂവി പലതും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു മതത്തിനെ കുറിച്ച് പറയില്ല, പക്ഷെ കൂടുതലും അതുകൊണ്ട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതെന്താണെന്നൊരു പിടുത്തം കിട്ടില്ല അല്ലേ? ആ സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു വാർത്തയായതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ ഞാനൊരു മതത്തിനതായിട്ട് പറഞ്ഞല്ല. പക്ഷെ ഞാൻ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്റെ അധ്യാപകരെ ഞാൻ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു ഇതായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ പഠിക്കാതെ പോയിട്ടാണെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോഴാണെങ്കിലും നമ്മളെ തല്ലുന്നത് നമ്മള് അപ്പൊ നമുക്ക് വേദനിച്ച് നമ്മൾ കരഞ്ഞെങ്കിലും ഇന്ന് നമ്മൾ അത് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു ഇതാ. കാരണം ഇന്ന് ടീച്ചർ വടിയെടുത്താൽ പ്രശ്നമാണ്. കാരണം അത് നിരോധിച്ചത് കൊണ്ട് ഇന്നത്തെ തലമുറ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ അതിനെതിരെ കേസ് കൊടുത്തിട്ട് നമ്മൾ അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വേറൊരു വിഷയം, അതെന്റെ പേഴ്സണലി ആണ്. എങ്കിലും ചില കാര്യങ്ങളിൽ സ്കൂൾ എന്ന് പറയുന്ന സമയത്തുള്ള ഇത് ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ടീച്ചേഴ്സോ അല്ലെങ്കിൽ അന്നത്തെ സ്റ്റുഡൻസോ അല്ല ഇന്ന് കണ്ടില്ലേ വയനാട്ടില് ഒരു കൊച്ചിനെ തല്ലി അങ്ങോട്ട് കൊന്നു. ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് അത് ചെയ്തിട്ടുള്ളത്. അവനെ കൊന്നു കളഞ്ഞത്. അപ്പൊ ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ കൂട്ടുകാരെന്ന് പറയുമ്പോ. അന്ന് കൂട്ടുകാരെന്ന് പറയുമ്പോ എന്തൊക്കെ ഷെയർ ചെയ്തിരുന്നതാ. ചോറും പാത്രത്തിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിച്ചു. അന്ന് ശത്രുത ഉണ്ടെങ്കിലും ആ ശത്രുതയ്ക്ക് പിറ്റത്തെ ദിവസത്തെ രാവിലെ ക്ലാസ്സിന് വരുമ്പോഴേ ആ ഫ്രണ്ട്ഷിപ്പായി തോളത്ത് കൈയിട്ട് നടക്കുന്ന പിണക്കങ്ങളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പിണക്കങ്ങള് ഒരു കൊച്ചിനെ അങ്ങോട്ട് ജീവൻ ഇല്ലാതെ ആക്കുന്ന തരത്തില് ഇന്നത്തെ ഇമോഷൻസ് ഇല്ല. ഇന്ന് അവർക്ക് പകയാണ്. അവരുടെ ഇമോഷൻ എന്താ? പക. അല്ലാതെ പ്രതികാരം. കൈയൊന്ന് പൊക്കിയ അവൻ എനിക്കെതിരെ കൈ പൊക്കി അവനെ കൈ വെട്ടണം. കാരണം ഇന്ന് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു ഇത് ഞാൻ പറയാം. എന്റെ മകൻ പഠിക്കുന്ന സ്കൂളില് എന്റെ മകൻ ഇടയ്ക്ക് വയ്യാതെയൊക്കെ ആയിട്ട് സ്കൂളിലേക്കൊക്കെ അവൻ വല്ലപ്പോഴും മാത്രം പോയിരുന്ന ഒരു ആളാണ്. അപ്പോ അവൻ പോയിരുന്നപ്പോ അവൻ ഇല്ലാത്ത സമയത്ത് സ്കൂളിൽ നടന്ന ഒരു ഇഷ്യൂ, അവന്റെ കൂട്ടുകാരനെ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ തല്ലി. ഇവൻ ഉള്ള സമയത്ത് ഇവൻ അത് സംസാരിക്കാൻ ചെന്നപ്പോ ആ സ്കൂളിൽ നിന്നും പുറത്തുള്ള കുട്ടികള്, അതായത് ആ പയ്യന്റെ സഹോദരങ്ങളും അവന്റെ കൂട്ടുകാരന്മാരും ഇതിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, സ്കൂളിലേക്ക് കയറിയാൽ നിങ്ങളെ കൊന്നുകളയും, അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ ഇടപെട്ട കൊന്നുകളയും എന്നങ്ങണ്ട് പറഞ്ഞു. കൊന്നുകളയും എന്നാണ് കേട്ടോ, തല്ലുന്നല്ല. പണ്ടൊക്കെ പറയാ തല്ലും, എടാ നിന്റെ തല്ല് കൈയും കാലും ഒടിക്കുന്നൊക്കെ പറയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, കൊന്നുകളയും എന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു ഇവൻ എന്ത് ചെയ്തു, നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുട്ടികളുമായിട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള ചേട്ടന്മാരുമായിട്ട് ഇവൻ സംസാരിച്ചിട്ട് കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കൊന്നുകളൊരു കാര്യം പറയട്ടെ, മറന്നു പെരേര സ്ഥിരം കേൾക്കുന്ന ഡയലോഗ, വെറുതെ പറഞ്ഞല്ല, കൊന്നുകളയും തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എന്നുള്ള ഡയലോഗ് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ഇവൻ അത് നമ്മളോട് പറഞ്ഞില്ല. ചിലപ്പോ നമ്മൾ പേടിച്ചു പോയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ള പേടി കൊണ്ട് ഇവൻ അത് നമ്മളോട് പറയാതെ ഇവൻ കൂട്ടുകാർക്കിടയിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഇവൻ ചെറിയ പ്രായ,
പ്രായപൂർത്തിയാവാത്ത പുത്രനാണ്. ഇപ്പൊ അവൻ +2 ആണ്. അപ്പൊ ആ ഒരു ഇതിലുള്ള അവനന്ന് +2 ഇതിലേക്ക് നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു പ്രശ്നം വന്നത്. അപ്പൊ പോക്സോ ആണ്, 17 വയസ്സേ കൊച്ചിന് പ്രായമുള്ളൂ. ഇവർക്കറിയാം എന്റെ മകനെ നന്നായിട്ട് അറിയാം. അന്ന് അവൻ ചെറിയ ഇതിൽ പഠിക്കുമ്പോഴാണ് ഇവരെ അന്ന് ഇന്റർവ്യൂവും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവൻ ഇടപെടാത്ത കേസ്, ഇവൻ തല്ലാത്ത കേസ്, കൂട്ടുകാരന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പോയ കേസ്. എന്റെ വീട്ടില് രാത്രി 10 മണിക്ക് 2 ചെക്കന്മാര് കഞ്ചാവ് അടിച്ചു വന്ന് എന്റെ മകനെ തല്ലിയിട്ട് പോയി. ഞങ്ങൾ ചെന്ന്, രാത്രിയാണ് സംഭവം. ഞാനുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ അമ്മമ്മയുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും പരിക്ക് പറ്റി. അതിൽ എന്നെ ഇതാക്കിയിട്ട് പ്രശ്നമില്ല. എൻ്റെ അമ്മമ്മ വീണു, എൻ്റെ അമ്മമ്മയുടെ കയ്യിന് പ്രശ്നമായി. ഞങ്ങൾ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അത് കേസായി. ഇപ്പോഴും നമുക്കത് പേടി എന്താന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള 2 ചെക്കന്മാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലുള്ള 2 പയ്യന്മാര് തന്നെയാണ്. കുറച്ച് രാഷ്ട്രീയം ഉണ്ട്. എന്റെ വീട് ഷൊർണൂരാണ്. അപ്പോ ഇത് ചെയ്തിട്ടുള്ളതും അവന്റെ സ്കൂളിലുള്ള അവന്റെ ക്ലാസ്സിനെക്കാളും വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ സഹോദരന്റെ കൂട്ടുകാരന്മാരാണ്. ഇപ്പോ എനിക്ക് പേടി എന്റെ മോനെ പുറത്തുവിടാൻ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു ഉത്സവം നടക്കാൻ പോവാണ്. എല്ലാത്തിന്റെയും പക 12 വർഷങ്ങൾക്ക് മുമ്പ് പെങ്ങളെ കളിയാക്കി അതിന്റെ പക തീർത്തത് ഇപ്പോഴാണ്. അപ്പൊ നമുക്ക് ഉള്ളില് പേടിയാണ്. പിള്ളേര് നാളെ പേടിച്ച് നിൽക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തല്ലിയിട്ട് പോയാലും പ്രശ്നമില്ല. തല്ലി കൈ, ഇതിപ്പോ തല്ലല്ല, ഒരു ജീവൻ എടുക്കുന്നതിലാണ് ഇപ്പോ നിൽക്കുന്നത്. ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ എന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് എനിക്ക് പ്രഷർ ഉണ്ട്. കേസ് ഒഴിവാക്കൂ, അങ്ങനെ ചെയ്യൂ, എൻ്റെ കൊച്ചിന്റെ ഭാവി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. നാളെ ഇങ്ങനെ ഒരു ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരാൻ സമൂഹത്തിൽ ഇന്ന് ഞാൻ ക്ഷമിച്ചു, എൻ്റെ മകന് വേണ്ടി ഞാൻ ക്ഷമിച്ചാൽ നാളെ അവൻ കയറി വെട്ടുന്നതോ അല്ലെങ്കിൽ കത്തിയായിട്ടാണ്, കഞ്ചാവ് അടിച്ച് കത്തിയും കൊണ്ടാണ് ആ പയ്യൻ എൻ്റെ വീട്ടിലേക്ക് 2 പയ്യന്മാര് വന്നത്. അതിൽ ഒരുത്തന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ പോലീസിൽ പറഞ്ഞിട്ടും നിസ്സാര പെറ്റി കേസ് പോലെയാണ് അവർ ആ കേസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്റെ ലൈഫിൽ ഉണ്ടായ അനുഭവമാണ്. ഇത് കഴിഞ്ഞു. ഇപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. ഇപ്പൊ നേരെ കണ്ടത് വയനാട്ടിൽ ആ കുട്ടീനെ തല്ലിയതാ. അവൻ ഇടപെട്ടതും അതേപോലെ തന്നെ മറ്റേതോ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട കുട്ടിയാണത്. അതായത് ഇവൻ ഡയറക്റ്റ് ഇതുള്ള പ്രശ്നമല്ല എന്നാണ് കേൾക്കുന്നത്. സത്യം എന്താണെന്ന് അറിയില്ല. എങ്കിലും ഒരു കുട്ടി മരിച്ചോ, 15-16 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചോ. അപ്പോ കൊലപാതകം, മരണം, ഒരു ജീവൻ അങ്ങോട്ട് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കുട്ടികളുടെ പ്രായത്തില്. അപ്പൊ എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞതും ഇപ്പൊ എന്റെ മകൻ നിൽക്കുന്നതിലും എനിക്കിപ്പോ, ഞാൻ ദൂര സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പേടിയാണ്. നാളെ എന്ത് സംഭവിക്കും, എന്താണ് നാളത്തെ ഈ കുട്ടികളുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഈ 19 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ മകനേക്കാളും ആകെ 2 വയസ്സിനെ ഉള്ളൂ. എന്റെ മകനെ പോലെ തന്നെ എനിക്ക്, അവൻ രാത്രി വീട്ടിൽ കയറി വന്ന് ഞങ്ങൾ പ്രായമുള്ള എൻ്റെ അമ്മയെ അമ്മമ്മയെ പോലും നോക്കാതെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മൈൻഡിൽ എന്തായിരിക്കും? അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് 100% എനിക്ക് ഉറപ്പുണ്ടായിട്ടും നിയമപ്രകാരം അതിനൊന്നും ഒരു വാല്യൂ, നിസ്സാര പെറ്റി കേസ് പോലെയാണ് അത് തള്ളി നിൽക്കും. നാളെ കോടതിയിൽ കേസ് വന്നാലും, നാളെ കോടതിയിൽ ഒരു കേസ് വന്നാലും അവർക്ക് നിസ്സാരം ഊരി പോരാവുന്ന. പക്ഷെ വളരാൻ അനുവദിച്ചത് വലിയൊരു ക്രിമിനലുകളായിരുന്നു. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പിടിപാടല്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് അവരുടെ ഒരു ഇതുണ്ട്. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ച് നാളെ ഇനിയിപ്പോ എന്ത് വന്നാലും ഞാൻ ഒരു വലിയൊരു ഇത്, എനിക്കോ എൻ്റെ വീട്ടിലോ ഉള്ളവർക്കോ എൻ്റെ മകനോ എന്ത് സംഭവിച്ചാലും ഈ പറയുന്ന പിള്ളേരും ഈ പിള്ളേരുടെ ഫാമിലിക്ക് ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ഇത് പ്രധാനമന്ത്രി തുടങ്ങി ഇങ്ങ് നിൽക്കുന്ന താഴെ നിൽക്കുന്നവർക്ക് വരെയുള്ള ഒരു ലെറ്റർ ഓൾറെഡി എൻ്റെ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആളുകളുടെ മെയിലുണ്ട്. എനിക്ക് എൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചാൽ അത് ഓൾറെഡി ഈ പറഞ്ഞവർക്കൊക്കെ മെയിൽ പോകും. അത് ഒരു ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി കുറെ ആളുകളെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതി. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് വേറൊരു ഇതാണ്. ഇപ്പൊ ഞാൻ ചെയ്ത 1 എന്ന മൂവിയിൽ നടന്ന ഒരു സംഭവത്തിനെ നമ്മൾ സിനിമാറ്റിക് ആയിട്ടൊരു, അപ്പൊ അതില് എല്ലാ കഥാപാത്രങ്ങളൊന്നും അതുമായിട്ടുള്ളതല്ല. ഒരു തീം എടുത്തു, നമ്മൾ സിനിമാറ്റിക് ആയിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് കുറച്ച് പേർക്ക് അഭിനയിക്കാനുള്ള അവസരം കൂടെ കൊടുത്തുകൊണ്ട് അതിനെ മാത്രം എടുത്തിട്ട് ചെയ്തത്. അല്ലാതെ ഇത് നടന്ന സംഭവമൊന്നും അല്ല. അതാണ് 1 എന്ന് പറയുന്ന മൂവിയുടെ കഥ. അപ്പൊ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തേക്കുന്നത്. ജീവിതത്തിൽ നിന്നുള്ള അനുഭവത്തിൽ ചില കാര്യങ്ങള് അതേപോലെ ഞാൻ ചെയ്തിട്ടുള്ള. പിന്നെ ഞാൻ സിനിമ വലിയൊരു ക്യാൻവാസിൽ ഓൺ ഡയറക്ഷനിൽ പിന്നെ സിനിമ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തത് കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ട് തീർന്നു. 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പേരിടാൻ
ഈ 2K അത് kidsന്റെ യെസ് പറഞ്ഞ പോലെ തന്നെ റിയൽ ആയിട്ട് നടന്ന ഒരു സ്റ്റോറീനെ നമ്മൾ സിനിമാറ്റിക് രൂപത്തിലേക്ക് മാറ്റി. ത്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാതെ അത് നടന്ന യഥാർത്ഥത്തിൽ നടന്ന എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടില്ല. അതിന്റെ ത്രെഡ് മാത്രം നമ്മൾ എടുത്തിട്ട് OTT റിലീസാണ്. OTT റിലീസിലേക്ക് വേണ്ടിട്ട് അതിൽ ഇനി ഒരു ഫൈറ്റും ഒരു സോങ്ങും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പൊ ഫസ്റ്റ് കട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറ, ഞങ്ങളുള്ള കാര്യം പറ. അപ്പൊ ഇവരുണ്ട് അത് ഞങ്ങൾ പറഞ്ഞു അറിയില്ല. ഈ രണ്ട് ഇല്ല, ഞാൻ ചോദിക്കാൻ വരായിരുന്നു. അല്ല, അതിൽ ഇവര് രണ്ടുപേരും നമ്മൾ അതിൽ ആഡ്. കാരണം ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ശല്യാണ്. ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. ഡിസ്കഷൻ ഇപ്പൊ 6 മാസമായി. ഇപ്പൊ ചേച്ചി കഥ പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഓൾറെഡി ഷൂട്ട് നേരത്തെ ഓൺ ഫണ്ടാണ്, ഓൺ പ്രൊഡക്ഷൻ. അല്ല, എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ തീരുമാനിക്കാനുള്ള കാരണം? അല്ലല്ല, പെൺകരുത്ത് പെൺകരുത്തിന്റെ കാര്യം മാത്രമൊന്നല്ല. സിനിമ എന്ന് പറയുന്ന വലിയൊരു ഇതില് ഞാൻ ഒന്നുമല്ല. എന്റെ പാഷന്റെ പുറത്ത് ഞാൻ ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരുപാട് പേർക്കില്ലേ സ്ത്രീ സുരക്ഷ ഇല്ലെന്ന് പറയുന്ന സിനിമയിൽ, ശരിയാണ്? തീർച്ചയായും അതെ, തീർച്ചയായും നമുക്ക് അതായത് നീള നമ്പിയാരല്ലേ, അറിയില്ലോ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞതിനെ യോജിക്കുന്നു. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ഇന്റർവ്യൂലാണോ അത് എഴുതിയേക്കണാണെന്ന് അറിയില്ല, ഇന്റർവ്യൂവിൽ തോന്നുന്നു, ഞാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് എന്താന്ന് വെച്ചാൽ എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാഞ്ഞിട്ടല്ല. അപ്പൊ നമ്മളെ പ്രൊഡ്യൂസറെ ചോദിക്കുമ്പോൾ അവർ പല കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം എന്റെ വീട്ടുകാരുടെ അനുവാദത്തോടെയാണെന്നാണ് അവര് പറയുന്നത്. അവരുടെ ഫാമിലിയുടെ അനുവാദത്തോടു കൂടിയാണ്. അപ്പൊ എന്തും ആയിക്കോട്ടെ, അവർ റീച്ചിന് വേണ്ടി ചെയ്തേക്കണാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. എല്ലാവരും റീച്ചിന് വേണ്ടി പല കണ്ടന്റും ചെയ്യാറുണ്ട്. അപ്പൊ അവരിപ്പോ പറഞ്ഞിരിക്കുന്നത് എനിക്കിപ്പോ പൈസയായി, അവിടെ എനിക്ക് ഇനിയിപ്പോ അതായത് ഒരു പ്രൊഡ്യൂസർ പലതും കിട്ടും, ഞാൻ സ്വന്തമായിട്ട് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരത് നേടി വിജയിച്ചു. അല്ല ചേച്ചി അതുകൊണ്ടല്ലോ. അല്ല അങ്ങനെയല്ല പറഞ്ഞു. ഉദാഹരണം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടോ അസിസ്റ്റന്റ് ചെയ്തിട്ടോ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ സമീപിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ഷൻ ടീമാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എന്നോട് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ ഏത് ഡയറക്ടറുടെ കൂടെ പ്രശസ്തര് നിൽക്കുന്ന അവർ പറയുന്ന ഈ ബിസിനസ് വാല്യൂ ഉള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കഥ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതുപോലെ ബിസിനസ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ? ഞാൻ കുറേ ആർട്ടിസ്റ്റിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രൊഡ്യൂസർ ഉണ്ടോ? പ്രൊഡ്യൂസർ ഉണ്ടാവണമെങ്കിൽ ആദ്യം ഇവരെന്നോട് പറയണം. കഥ കേൾക്കാൻ പോലും തയ്യാറാവാതെ ഫസ്റ്റ് പല ആർട്ടിസ്റ്റുകളും ചോദിച്ചത് പ്രൊഡ്യൂസർ ഉണ്ടോ എന്നാണ്. അപ്പൊ കഥ കേട്ട് അവരിഷ്ടപ്പെട്ടിട്ട് അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് എനിക്കിവിടെ ഒരു പ്രൊഡ്യൂസറെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഒരു വശമാണ്, സിനിമയുടെ ബിസിനസ്സാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ശരിയാണ്, പണം ഇറക്കുന്ന ആൾക്ക് പണം തിരിച്ചു കിട്ടണം, അത് നമ്മൾ 100% ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതല്ലാത്ത രണ്ടാമത്തെ വശം എന്നോട് ചോദിച്ചിട്ടുള്ളത് ഫുള്ളും ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇല്ല, എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ എന്നോട് പറഞ്ഞത്, നീ സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സിനിമ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല. ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അനുപമ മേനോൻ എന്ന് പറയുന്ന ഒരാള് സിനിമയില് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞു, ആ 70mm ഫ്രെയിം ആണല്ലോ തിയേറ്ററിന്റെ അതിൽ വരും. സെൻസർ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ സെൻസർ ബോർഡിങ്ങിൽ ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് എൻ്റെ സിനിമയ്ക്ക് ഉണ്ടാവും. അത് 2022 ഞാൻ നേടിയെടുത്തു. കാരണം അതിനു മുമ്പാണ് എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ ആൾ ആരാന്ന് എന്താന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം പറയും, കാരണം അയാൾ അത്ര ഫേമസ് ആവണ്ട. എന്റെ വായിൽ നിന്ന് വീണിട്ട് അയാൾ ഫേമസ് ആയിരിക്കാം. ഇപ്പൊ എനിക്ക് അയാളെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞൊരു കാര്യം അതാണ്. അപ്പൊ അത് വിട്ടു, ഞാൻ സിനിമ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് പോകണമെങ്കിലും ഒരുപാട് പേരുടെ കൈയും കാലും പിടിച്ച് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഒരുപാട് നടത്തിക്കാറുണ്ട്. ഇന്ന് സത്യം പറയട്ടെ, ഇന്ന് ഇവർ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ ഞാൻ അഭിലാഷിനോട് ചോദിച്ചില്ല എന്നേ ഉള്ളൂ. April 1 എന്നെ ഫൂളാക്കാനല്ലല്ലോ, എനിക്ക് അല്ല, എന്നെ വിളിച്ചു വരുത്തി ഇവൻ ഫോൺ എടുക്കാതെ ഇരുന്നപ്പോ, April 1 ആണെന്ന് എനിക്കറിയില്ല. 1-ാം തീയതി ഞാൻ ഫോൺ എടുക്കാതെ ഇരുന്നപ്പോ 2 പ്രാവശ്യം വിളിച്ചു, 3 പ്രാവശ്യം വിളിച്ചു. ആലുവ സ്റ്റാൻഡിൽ ഇരുന്നപ്പോ ചോദിച്ചു, ചേട്ടാ നിന്നെ ഫൂളാക്കിയാണോ പാവം തോന്നിയപ്പോ. അപ്പോ കാരണം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ മറന്നു. ഇപ്പൊ അനുപമ മേഡം പറഞ്ഞ പോലെ ഇപ്പൊ എന്താ പറയാ, അവസരങ്ങൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇതുകൊണ്ട് ഒരു പടപ്പ് വരുന്ന കല്യാണം ചിലപ്പോ ഹിറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ,
അത് വേറെ റേഞ്ചിലേക്ക് കല്യാണമല്ല, പിന്നെ 2K kids. 2K kids, കല്യാണം 2K kids. ചേഞ്ച് അപ്പൊ ചെയ്ത ഒരു പേര് കാര്യം ചേഞ്ച് പറയട്ടെ. ചെയ്തതാണ്. ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ കേട്ടിട്ടുണ്ടോ? ബിരിയാണി Yes. ആ കേട്ടിട്ടുണ്ട്. എത്രയോ അവാർഡുകൾ ഇന്റർനാഷണൽ ഫിലിം അതിന് കുറച്ച് സെക്സി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ എന്തുകൊണ്ട് വിജയിച്ചെന്ന് പറയും, ഒരു കഷ്ടപ്പാട്, ഒരു കൂട്ടായ്മയുടെ പടം. ആർക്കെങ്കിലും അറിയാമോ? തീർച്ചയായും OTT-ലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ഈ പടം എന്താണെന്ന് പോലും അറിയാണ്ടാണ് ആൾക്കാർ ഇരുന്നപ്പോഴാണ് കുറച്ച് ഭാഗങ്ങള് ചിലവർ കണ്ടു പറഞ്ഞടാ ഇത് മറ്റേ ഇതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ ആ പടം കയറി കണ്ടു. പറഞ്ഞാൽ മനസ്സിലായി, പോയിന്റ് മനസ്സിലായി. ആ പടം റീച്ചായി. ഇന്ന് ഈ ബിരിയാണിയുടെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രൊഡ്യൂസർമാരെ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു പടത്തിന്റെ പേര് ഞാനത് ചോദിക്കാൻ വന്നു. ഇനിയുള്ള സിനിമകൾ എടുക്കാൻ പോവാണെങ്കിലും സ്വന്തമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ? ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും ഞങ്ങളൊരു കൂട്ടായ്മയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ല. എന്നെ ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് കാണുന്ന ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ആ ആളുകളെല്ലാവരും ചെറിയ രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇച്ചിരി മെജോറിറ്റി ഞാനായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാനാണ് പ്രൊജക്ട് ഡിസൈൻ ചെയ്ത് ഒരു പ്രൊജക്ടിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ഞാനാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊജക്ട് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവരെ വിളിച്ച് പറയാണ്, അല്ലെന്നെ അല്ലെങ്കിൽ അഭിലാഷെ, ഇപ്പൊ താങ്കളെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാം, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുക? നമുക്ക് പ്രൊഡ്യൂസർ ഒന്നുമില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. ചേച്ചി എനിക്ക് ഇന്നത് ചെയ്തു തരാൻ പറ്റും, അല്ലെങ്കിൽ അനു എനിക്ക് ഇന്നത് ചെയ്തു തരാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിവിടെ ഓരോ പ്രൊജക്റ്റും. ഇവിടെ എല്ലാം ഫണ്ടല്ല, ചിലത് ചില ആളുകളുടെ ബന്ധങ്ങളാണ്. ഇപ്പൊ അഭിലാഷിന് ചിലപ്പോ എനിക്ക് തന്ന് ഫണ്ട് തരാനായിരിക്കില്ല അഭിലാഷിന് സഹായിക്കാൻ പറ്റുക. അഭിലാഷിന് ചെയ്തു തരാൻ പറ്റുന്നത് ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറാമാനാണ്, നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. അപ്പം സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മളിലേക്ക് ഇന്നാവും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ പല പ്രൊജക്ടുകളും. ഫണ്ട് വേണ്ട സ്ഥലത്ത് സഹായിക്കാൻ എല്ലാവരും കൂടെ, ചിലപ്പോൾ 500 രൂപയായിരിക്കാം, ചിലപ്പോൾ 1000 രൂപയായിരിക്കാം, ചിലപ്പോൾ 100 രൂപയായിരിക്കാം. അതാണ് നമ്മുടെ. ഞാൻ ബിഗ് ക്യാൻവാസിലൊരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ഒരു പ്രൊഡ്യൂസറെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ പ്രൊജക്ട് ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് വന്ന വാഴ പോലെയുള്ള സിനിമകളുണ്ട്. നല്ലൊരു മൂവി ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കുന്ന പോലെ നമ്മളും ചെറിയ രീതിയിൽ വളരെ ചെറിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് റിട്ടേൺ വേണം. സിനിമയുടെ പേരാ ഇഷ്ടപ്പെട്ടോ? എന്റെ പൊന്നഭിലാഷ്, നീ അവനെ ഇങ്ങനെ ഇതാക്കല്ലേ. അല്ല ഞാൻ പറയട്ടെ, അല്ല നാട്ടുകാർ മൊത്തം ഇവനെ നന്നായിട്ട് തെറി അഭിഷേകത്തിലുണ്ട്. നമ്മൾ കൂടെ നിൽക്കുന്ന നമുക്കറിയാലോ അവൻ പാവാണെന്ന്. എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് എന്റെ ഒരു അനിയനെ പോലെ, ഇവന് 24 വയസ്സുണ്ടെന്ന് പറഞ്ഞു. ഇതിലും എന്റെ സ്വന്തം കൂടെ പറപ്പിന് ഇവർക്കറിയാം അവൻ വന്നിട്ട് ട്രോളിയിട്ടുള്ളതാ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തതിൽ എന്റെ കുടുംബം ഉണ്ടായിരുന്നു. എന്റെ അനിയനും എന്റെ മകനും എന്റെ അത്രയും എന്റെ അനിയന്മാരാണ് അതിൽ. അതെ അതെ അതെ, നമ്മുടെ ഒരു ഡയറക്ടർ സാർ ഉണ്ട്, ഞാൻ അസോസിയേറ്റ് ചെയ്ത ഒരു വർക്കിന്റെ ഡയറക്ടർ ഇവര് പറഞ്ഞു, നിതീഷ് ഏട്ടന്റെ ഒരു ചാനലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ അത് എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് നമ്മളത് അവരുടെ എനിക്കറിയില്ല. അതിൽ എന്റെ അനിയനും എന്റെ മകനും എന്റെ വേറെ 2-3 കസിൻ അനിയന്മാരൊക്കെയാണ് അതിന്റെ ആൾക്കാര്. അവരുടെ കൂടെ ഞാൻ ഇവരുടെ അടുത്ത് നിന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ അതിന്റെ അടിയിൽ വേറെ എന്തൊക്കെയോ വന്നു. ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അത് തീർച്ചയായും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇവന്റെ പ്രായത്തിൽ ഒരു അനിയൻ എനിക്കുണ്ട്. പിന്നെ എനിക്ക് അമ്മ ആരാ, അച്ഛൻ ആരാ, ആങ്ങളെ ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അഭിലാഷ് ആരാന്ന് മലൻ ആരാന്ന് എനിക്ക് അറിയാവുന്നിടത്തോളം കാലം പുറമെ ഇതറിയാത്ത ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോ പ്രോബ്ലം. ഞാൻ ചെറിയ കഥ പറയാം. എന്നോട് ഇങ്ങോട്ട് ഇന്റിമസി കാണിക്കുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ തിരിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് നമ്മൾ മാന്യമായിട്ടൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചേച്ചി നമ്മളിപ്പോ നിന്നെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായും എനിക്ക് ഞാൻ ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്താന്നുള്ളതും ഞാൻ എങ്ങനെയാന്നുള്ളതും. ഞാനിവിടെ കൊലപാതകിയുടെ കൂടെയാണ് നിക്കണെന്നുണ്ടെങ്കിലും ആ വ്യക്തി കൊലപാതകം ചെയ്തതിന് അയാൾക്കൊരു വ്യക്തമായിട്ട് റീസൺ ഉണ്ടാവും. ഇവന്മാറിയോ ഒച്ച ഇത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ വല്ലതും? തല കാണാൻ പാടില്ല.
ഇത് വല്ലതും കിട്ടോ കലവില നിങ്ങൾക്ക് ഒരു സാധനം അതെ കിട്ടോ പറയട്ടെ. ചേച്ചി പറ. അല്ല എന്റെ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളോട് എങ്ങനെയാണോ അത്രേ ഉള്ളൂ. എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാള് 10 പേരെ പീഡിപ്പിച്ച ഒരാളായിരിക്കാം. അയാള് അല്ല എന്നെ തന്നെ ഉദ്ദേശിച്ചത് ഇത് എന്റെ കുറ്റല്ല, ഇത് എന്റെ കുറ്റല്ല. അത് വന്നപ്പോഴാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ കാരണം സ്വയം ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് ഉള്ളതൊന്നും എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയുമ്പോ ഇത് ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇല്ലാതെ എന്റെ കൂടെ കാണണല്ലോ 10 മറ്റേ കഞ്ചാവസിലെ പ്രതി അല്ല എന്ന് പറഞ്ഞ പോലെ ആയി പോയി. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എന്താന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് എന്നോട് ബിഹേവ് ചെയ്യുന്നത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. എന്നോട് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തു എനിക്ക് ഫീൽ ചേച്ചി ഇപ്പൊ മലയാള സിനിമയിലെ എത്ര നടന്മാരെ കണ്ടിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്? അത് കൊറേ സംസാരിച്ചിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുപേരെ പറഞ്ഞ ബന്ധങ്ങളുണ്ടോ മലയാള പേര് പറയാനായിട്ട്? അതൊക്കെ അങ്ങനെ അത് ആ വഴിക്ക് പോക്കോട്ടെ. കാരണം ബന്ധങ്ങൾ ഞാൻ അല്ല പൊതുവെ ഇപ്പൊ പറയാറുണ്ട് സിനിമയിൽ കഴിവിനേക്കാളും കൂടുതൽ വേണ്ടത് ബന്ധങ്ങളാണെന്ന്. അതിൽ ഞാൻ ഇച്ചിരി ഫെയിലിയർ ആണ്. കാരണം ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചില ഭാഗങ്ങളിലേക്ക് എത്താൻ ചില ആളുകൾ തടസ്സമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വിചാരിക്കും. ഈ ആൾക്ക് മോഹൻലാലിനെ, അതായത് നമ്മുടെ ലാലേട്ടനെ, നമ്മുടെ ലാൽ സാറിനെ നല്ല പരിചയം ഉണ്ടെന്ന് വിചാരിക്കും. ഈ ദുഷ്ടൻ ഒരിക്കലും എന്നെ ലാൽ സാറുടെ അടുത്തേക്ക് എത്തിക്കില്ല. അപ്പൊ പറയുന്ന ഡിമാൻഡ് ശരി. പിന്നെ ഞാനെല്ലാം അറിയുന്നുണ്ട്. അപ്പോ അതുപോലെ ആണ് പല കാര്യങ്ങളും. ഇവര് പറയുന്നത് സത്യമാണോ നോണയാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഒരു സമയത്ത് സിനിമയോടുള്ള ക്രേസ് കൊണ്ട് ഞാൻ എറണാകുളത്ത് വീടെടുത്ത് താമസിച്ച് ഇതിന്റെ പിന്നാലെ കുറെ അലഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ കിട്ടിയിട്ടുള്ള കുറെ അനുഭവങ്ങളാണ്. ഒരുപാട് പേര് നമ്മളെ കാശ് കൊണ്ടുപോയി തിന്നിട്ടുണ്ട്. അവിടേക്ക് വാ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും. എന്നിട്ട് നമ്മളെ കൊണ്ടുപോയി വല്ല മാളിലിരുത്തും. അതിന്റെ പേരിൽ ഫുഡ് അടിക്കും. നമ്മുടെ കഥയാണെന്ന് പറഞ്ഞ് കഥ കേൾക്കും. ചെലവ് മൊത്തം നമ്മൾ കുറെ സമയം കളയും. എന്നിട്ട് പറയും ഇന്ന ദിവസം ഇന്ന ആളെ കാണാം, ഇന്ന ദിവസം അങ്ങനെ പോവാന്ന് പറയും. എന്നിട്ട് പറയും അപ്പൊ അന്ന് നമ്മളത് വിശ്വസിച്ചിരുന്നു. ഇതെല്ലാം ആദ്യത്തെ സിനിമയ്ക്ക് മുമ്പാ. അപ്പോ കൊറോണയ്ക്ക് മുമ്പാ. വേണമെങ്കിൽ കൊറോണ വന്നത് 2019 അതിനും മുമ്പാണ് ഇങ്ങനെ കുറെ. പിന്നീട് നമ്മൾ പഠിച്ചു ഈ പറയുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഊറ്റാനാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് നമ്മൾ പതുക്കെ അതിൽ നിന്ന് മാറി. അപ്പോഴാണ് ഈ ഓൺ ഡയറക്ഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ഏറ്റവും നല്ലത്. ഇല്ലില്ല, അങ്ങനെ രജിസ്ട്രേഷൻ ഒന്നുമില്ല, അതിലേക്കൊന്നും എത്തിയിട്ടില്ല. കാരണം ഞങ്ങളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബഡ്ജറ്റ് മൂവിയിലേക്കൊന്നും അല്ല. മാക്സിമം പോയ ഒരു 2 lakh അല്ലെങ്കിൽ 3 lakhന്റെ ഉള്ളിൽ നിൽക്കുന്ന 1 മണിക്കൂറിന്റെയോ ഷോർട്ട് മൂവി അത് 2 മണിക്കൂർ മൂവിയായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ അത് ഞാനല്ല പ്രൊഡക്ഷൻ. അതിന്റെ പ്രൊഡക്ഷൻ എന്റെ ഗുരുനാഥനായ കപിൽ സാറിന്റെ കെയർ ഓഫില് അദ്ദേഹത്തിന്റെ പെങ്ങളാണ് അതിന്റെ പ്രൊഡ്യൂസർ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം ചെയ്തത് അദ്ദേഹമാണ്. ആദ്യമായിട്ട് ഒരു കുടുംബത്തില് സ്വന്തം ഫാമിലി പോലെ സാറിന്റെ അമ്മ, സാറിന്റെ പെങ്ങള്, സാറ്, നമ്മളൊരു കുടുംബം പോലെയായിരുന്നു. അതിലേക്ക് വന്ന ആളുകളെല്ലാവരും ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് ഫീലാണത്. കാരണം അതിനു മുമ്പുള്ള അനുഭവങ്ങളാണെങ്കിലും വളരെ മോശമായിട്ടുള്ളതായിരുന്നു. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ അവർ ചോദിക്കുന്ന പല കാര്യങ്ങളും സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബിസിനസ്, നമുക്ക് ബന്ധങ്ങളില്ലാത്തത് കൊണ്ട് വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറയാൻ നമ്മളെ കുറേ പേര് പുറകെ നടത്തിച്ചിട്ടുണ്ട്. ഇവരിലേക്ക് എത്തിച്ചിട്ടുമില്ല. എന്നാൽ എത്തിയ പല ആൾക്കാരും കഥ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് പ്രൊഡ്യൂസർ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ കഥ കേട്ടിട്ട് വേണം സാർ എനിക്ക് പ്രൊഡ്യൂസറെ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്നാൽ എനിക്കിപ്പോൾ മൈൻഡ് ഓക്കെ അല്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ റിജക്ട് ചെയ്തിട്ടുള്ള അങ്ങനെ എൻ്റെ കുറേ ഫണ്ട് പോയി. അപ്പോൾ എനിക്കൊക്കെ മനസ്സിലാക്കിയ കാര്യം ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ പുതിയ ആളുകളെ വെച്ച് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന റിസ്ക് ആണ്. ആ റിസ്ക് എനിക്ക് ഇത്തിരി റിസ്ക് എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നേരത്തെ തന്നെ പറഞ്ഞപ്പോ പടം മുടക്കുന്ന ആൾക്ക് പണം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ ആ ഒരു സാധ്യത എങ്ങനെയാണ്? ഇപ്പോ നമ്മുടെ ഇപ്പൊ 1 എന്ന് പറഞ്ഞ മൂവിക്ക് ആണെങ്കിലും ഞങ്ങൾ വളരെ ചെറിയ ഫണ്ടിൽ ചെയ്തൊരു മൂവിയാണ്. അത് നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഞങ്ങൾ അതെടുത്തു. അതിന്റെ വിതരണം വരെ ചെയ്യാൻ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. കാരണം തിയേറ്ററുകൾ സംസാരിക്കാനാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും തിയേറ്ററിൽ ആളെ കയറ്റാനാണെങ്കിലും ഒരർത്ഥത്തിൽ പറഞ്ഞ തെണ്ടി നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ. അത് ഒരു മാസം ഞങ്ങൾ ഓരോ ഇത് വെച്ചിട്ട് ഒരാഴ്ച വെച്ചിട്ട് ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ
ഞങ്ങൾ ഓരോ തിയേറ്ററിൽ ഓടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ എറണാകുളത്തുണ്ടായിരുന്നു റിലീസ്. എറണാകുളത്തല്ലായിരുന്നു, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. ഞങ്ങൾക്ക് ഇവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ എറണാകുളത്ത്. അതെ അതെ അതെ. അപ്പോ അവര് തന്നെ തിയേറ്ററാണ് നമുക്ക് പറ്റും. അതെവിടെയൊന്നും വരാപ്പുഴയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെയ്തില്ല. ഞങ്ങൾ പിന്നെ ഇവിടെയൊക്കെ നോക്കിയ സമയത്ത് എന്റെ സിനിമ ഇറങ്ങിയ സമയത്തായിരുന്നു വിക്രം സിനിമ റിലീസായ 2022 വിക്രം സിനിമയില് ജൂൺ 3-ാം തീയതി 2022 ജൂൺ 3-ാം തീയതി വിക്രം സിനിമ റിലീസായ വിക്രത്തിനൊക്കെ റിവ്യൂ ഉണ്ടായി. ആ സമയത്ത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടത്തെ കുറെ തിയേറ്ററുകൾ ആറാട്ട് മുതലാണോ റിവ്യൂ തുടങ്ങി? അല്ല, റിവ്യൂ നേരത്തെ ഉണ്ട്. റിവ്യൂസ് ഒക്കെ നേരത്തെ മുതൽ എല്ലാവരും പറയുന്നുണ്ടാവുന്നില്ല, റിവ്യൂ പറയുന്നുണ്ടോ? അതിനു മുമ്പ് പുള്ളി പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗിലാണല്ലോ ഈ പറയുന്ന റിവ്യൂ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് തിയേറ്ററിൽ. അത് ഭാഗ്യം. അല്ല, നമ്മളിപ്പോ ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അല്ല, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമയിലേക്ക് വന്ന് സീരിയസ് ആയിട്ട് സിനിമയെ കാണാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബിസിനസ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെ ഇതാക്കിയപ്പോൾ നമ്മൾ കുറച്ച് പഴയ സിനിമകൾ എങ്ങനെയാണ് വിജയിച്ചിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പിന്നിലേക്ക് ഒന്ന് പോയിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് പഴയ ഹിന്ദി സിനിമകളിലൂടെയാണ് നമ്മൾ മലയാളത്തിലൊക്കെ വരുന്നേക്കാളും മലയാളം സിനിമകളിൽ ഡയറക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആകാശദൂത് പോലെയുള്ള സിനിമകൾ ആദ്യമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ആ സിനിമ ആദ്യത്തെ കുറെ ദിവസങ്ങൾ തിയേറ്ററിൽ ഓടിയിട്ടില്ല എന്നാണ്. ആകാശദൂത് ആദ്യത്തെ സിനിമ ഒരു ഫസ്റ്റ് ഇതിൽ പിന്നെ 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 ടവലോ അങ്ങനെ എന്തെങ്ങാണ്ട് തിയേറ്ററുകളിൽ പിന്നെ 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 ഓടി പോയ സിനിമകളുടെ കഥകൾ പറയുമ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ട് പഠിച്ചപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊന്നും ജനിച്ച സമയമാണോ അത് ജനിക്കാത്ത സമയമാണോ എന്നൊന്നും എനിക്കറിയില്ല, ഏറ്റവും കൂടുതൽ അമീർ ഖാന്റെ ഒക്കെ കുഞ്ഞുകാലം എന്ന് പറയുന്നത്. ഇപ്പോൾ അവരൊക്കെ അത്രയും ഏജ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവരുടെയൊക്കെ ചെറിയ പ്രായത്തിൽ 18-19 വയസ്സിലൊക്കെ സിനിമയ്ക്ക് വന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകൾ, ഫീമെയിൽ ആർട്ടിസ്റ്റുകളുമായിട്ട് ഗോസിപ്പുകൾ ഇവർ സ്വയമായിട്ട് ഉണ്ടാക്കൂത്രേ. സ്വയം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല, ഇന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഗോസിപ്പ് വരും, ഇപ്പൊ ഗോസിപ്പ് എന്തായാലും വരും, ഇപ്പൊ എന്തായാലും ഗോസിപ്പ് വരും. ഇതുപോലെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം അന്ന് ഇവര് സ്വയമായിട്ട് ഉണ്ടാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവനൊന്ന് ഹഗ് ചെയ്ത് നിൽക്കാം, നിങ്ങൾ വേണമെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു സാധനം എടുത്തിട്ടോ, ഗോസിപ്പ് തന്നെ ഞാൻ എയറിൽ കയറിക്കോളും. അപ്പൊ അലന്റെ പുതിയ കാമുകിയാണ്, പിന്നെ അലന്റെ പുതിയ കാമുകിയാണ്, അലനുമായിട്ട് ഇപ്പോൾ അഫയർ അവിഹിതം എന്നുള്ള രീതിയിലേക്ക് ഒരു സാധനം ഇവിടെ വരും. ഞാൻ പണ്ട് ശോഭന ചേച്ചി ഞാനും ജോഡിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിത്രഭൂമിയിൽ വന്നായിരുന്നു. ഏത് ശോഭന ചേച്ചി? അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. പെരേര ഇന്നലെ ലാലേട്ടൻ കാണാൻ വേണ്ടി പോയായിരുന്നേ, ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ പിന്നെ എടുത്തായിരുന്നു തട്ടുകൾ നടത്തുന്ന ലാലേട്ടൻ. അതെ, അവിടെ എന്തായിരുന്നു സ്പെഷ്യല്? ഓംപ്ലേറ്റ് ലാലേട്ടനെ കാണണമെന്ന് പറഞ്ഞോളൂ, ഞാൻ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെയാണ് കാലഘട്ടം. അപ്പൊ അന്നത്തെ ആ ഒരു ഇത് നോക്കുമ്പോ, അപ്പൊ അങ്ങനെ ഫേമസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവര് അങ്ങനെ വെച്ച് സിനിമ ചെയ്യും. എന്തുകൊണ്ടാ? ആ ഒരു ട്രെൻഡിങ്ങിൽ രണ്ട് കണ്ണും കൊണ്ട് നോക്കി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പുള്ളിക്കാരൻ ഇദ്ദേഹം പറഞ്ഞോണ്ടൊരു കാര്യം പറയാം, സോറി മാഡം പറഞ്ഞോണ്ടൊരു കാര്യം പറയാം. ഒരു കാര്യം പറയട്ടാ, ഈ ആകാശദൂത് പടം പറഞ്ഞല്ലോ, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ണ് നിറച്ചിരിക്കണം മമ്മൂക്കാനേക്കാളും കൂടുതൽ കണ്ണ് നിറച്ചിരിക്കുന്ന നടൻ മുരളിച്ചേട്ടന. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആകാശദൂത് മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള പടം ചെമ്പക്കുളം തച്ചൻ, ആധാരം, ഭൂമിഗീതം, പിന്നെ നാരായം. അയ്യോ, എനിക്ക് ഏറ്റവും ഇത്രയും എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മുരളി സാറ്, നരേന്ദ്രപ്രസാദ് സാറ്, എന്താണ് നമ്മുടെ രാജൻ പി ദേവ് സാറ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ശരിക്കും ഭയങ്കര മിസ്സിംഗ് ആണ്. കാണാക്കിനാവാണ് ഏറ്റവും ആകാശദൂതിനേക്കാളും കൂടുതൽ നമ്മൾ കരഞ്ഞു പോകും. കാരണം മുകേഷ് മുരളിച്ചേട്ടൻ കോംബോ ആയിരുന്നു, അടിപൊളി. കാണാക്കിനാവെന്ന് പറഞ്ഞ സിനിമയുണ്ട്. അവസ്ഥ എന്ന് പറയോ, 80s ആളുകള് പഴയ പടങ്ങൾ പറയുമ്പോ ഇവരെന്തായി പറയുന്നത്. അതൊന്നും റിവ്യൂ പറയാൻ മോനെ നീയും മറ്റേ എന്താണ് അയാളുടെ പേര് ആറാട്ടണ്ണനൊന്നും ഇപ്പോഴും വളർന്നിട്ടില്ല കേട്ടാ. അതൊക്കെ തൊട്ട് കണ്ടിട്ടില്ല. ഒരു കാര്യമില്ല. നായകൻ മാത്രമല്ല, ലാലേന്റെ കൂടെ ലാൽ സലാം, മമ്മൂക്കാടെ കൂടെ കനൽക്കാറ്റ്, അങ്ങനെ കേളിയിൽ ജയറാമിന്റെ ഒപ്പം, ആധാരത്തിൽ സുരേഷ് ഗോപിച്ചേട്ടന്റെ ഒപ്പം. അതാണ് സിനിമ. ആ സിനിമകൾ കണ്ടുകൊണ്ടാണ് ഞാൻ വരെ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തില് സിനിമയിലേക്ക് വന്നത്. കാരണം ആ സിനിമകൾ കാണുമ്പോൾ എനിക്ക് എപ്പോഴും, നിങ്ങൾ എന്നോട് ചോദിച്ചു എങ്ങനത്തെ പടം ചെയ്യും, ഞാൻ ആദ്യം ചെയ്ത പടം അതാണെങ്കിലും ആ സിനിമ ഒരു കൂട്ടായ്മയിൽ മറ്റൊരു
ടീമുമായിട്ട് നിന്നിട്ട് ഡയറക്ടർ എന്ന് മാത്രം എനിക്ക് ഫസ്റ്റ് വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം. കഥയൊന്നും ഞാനല്ല, അല്ലല്ല, ഒന്നും ഞാനല്ല. അതില് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു അവസരം വന്നപ്പോൾ എനിക്കത് തട്ടി മാറ്റാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അതിനു മുമ്പ് 2022 മുമ്പ് വരെ ഒരു 2010 മുതൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്തിരുന്ന പകുതി പൈസയും ഈ സിനിമയ്ക്ക് വേണ്ടി പിന്നാലെ നടന്ന് ചെലവാക്കിയിട്ടുള്ള അതെന്താന്ന് വെച്ചാൽ ആങ്കർ ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞതാ. ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ഫീൽഡാണ് എന്റെ ശരിക്കും ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഇവന്റ് കോർഡിനേറ്റർ ആണ്, സ്റ്റേജ് ആങ്കർ ആയിരുന്നു. അതിന്റെ കൂടെ ഞാൻ ഒരു IT കമ്പനിയുടെ മാർക്കറ്റിംഗിലും എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പല മേഖലകൾ, എന്റെ എക്സ്പീരിയൻസ് ഒരു 17 വർഷത്തെ സെയിൽസ് ഫീൽഡാണ്. ഞാൻ മാർക്കറ്റിംഗ് സോണൽ മാനേജറായിട്ടും മാർക്കറ്റിംഗ് മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, ചിത്രഗീതത്തിൽ നിന്നാണ്, ഈ കുഞ്ഞുനാള് മുതലുള്ള ചിത്രഗീതത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്കൂൾ കാലഘട്ടത്തിൽ ഓളിനോളാണ്, ഡാൻസ്, മോണോ ആക്ട്, ഡ്രാമ, ശരിക്കും പറഞ്ഞ ആക്ടിങ്ങിലൂടെയാണ് ഞാൻ വന്നത്. അയ്യോ, ഇപ്പൊ ഒന്നും നടക്കൂല. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മൈൻഡിലൊന്നും നിൽക്കുന്ന പെട്ടെന്ന് ചെയ്യുന്നൊന്നും പറഞ്ഞു. ചെറിയൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറയാം, നമ്മളിപ്പോ അനുപമ മേഡം പറഞ്ഞുകൊണ്ട് മാത്രം പറയാം. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ആഗ്രഹമാണ്. ഇപ്പൊ പെരേരയുടെ ആണ്, എന്റെ ആണ്, അനുപമ മേഡത്തിന്റെ ആണ്, എല്ലാവരും ആഗ്രഹമാണ്. ഞാൻ ചെറുപ്പത്തിൽ എന്ന് പറയും, ഇപ്പൊ മേഡം പറഞ്ഞ ചിത്രഗീതമൊക്കെ കണ്ട് അന്ന് ചിത്ര സിനിമയൊക്കെ ടിവിയിൽ വരുമ്പോ നമുക്കൊരു സന്തോഷമായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്നൊരു പാടല്ല. ഇല്ല, അടുത്തുള്ള വീട്ടിലായിരിക്കും കാബൂളി വാല കാസറ്റ് ഇട്ട് കണ്ടത്. കളിയാക്കട്ടെ. അപ്പൊ ആ ഒരു കാലഘട്ടം പുള്ളി മറ്റേ അത്യാവശ്യം ഒരു ക്ലാസ് ആണല്ലോ, മറ്റേ പണ്ടത്തെ ആൾക്കാർക്ക്. അല്ല, എന്തൊക്കെ പറഞ്ഞാലും എന്റെ വീട്ടിലൊക്കെ TV വന്നിട്ട് അധികം കാലം ആയിട്ടില്ല. നമ്മളൊക്കെ പണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സംഭവം ഉപ്പാണ്ടം പ്രദേശത്തൊക്കെ ഇറങ്ങിയില്ലേ, അങ്ങനത്തെ ഒരു കാലഘട്ടം പണ്ട്. അപ്പൊ എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് എന്റെ ഒരു കൂട്ടുകാരുണ്ട്, സാഗർ വാരപ്പെട്ടി, മിമിക്രി കലാകാരനാണ്. പുള്ളി ഇപ്പോഴുണ്ട്, മിമിക്രി കലാകാരനാണ്. ആദ്യമായിട്ട് ഒരുപാട് താരങ്ങൾ അനുകരിക്കുന്നത് കണ്ട സാഗർ വാരപ്പെട്ടിയാണ്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു സിനിമയിൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എനിക്കോ? അപ്പൊ പറഞ്ഞു 1000 രൂപ മുടക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് എന്തിനാന്ന് മനസ്സിലാക്കുക. 1000 രൂപ മുടക്കണം എന്ന് പറയുമ്പോ ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ ഇവിടെ നിന്ന് കടം വാങ്ങി 1000 രൂപ ഒപ്പിച്ചു വന്നു. അന്നത്തെ കാലത്ത് അഭിനയം കൊണ്ടൊന്നുമല്ല, പ്രൊഡക്ഷൻ ബോയ് എന്ന് പറഞ്ഞ സംഭവമാണ്. അങ്ങോട്ട് കൊടുക്കണ്ട, അവനെ വാങ്ങിയതാണ്. പിന്നീട് അവൻ ചോദിച്ചപ്പോ ഉരുണ്ട് കളിച്ചു. അത് കുഴപ്പമില്ല, പോട്ടെ. പക്ഷെ അവൻ കാരണമാണ് ഞാൻ ആ ഇതിലേക്ക് എത്തിയത്. അത് നന്ദി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ചീഫ് ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ക്ലീനിങ് ആണ്, പാത്രം കഴുകുക, ലൊക്കേഷൻ ചെയ്യില്ല, ഫുഡ് കൊടുക്കുക. അപ്പൊ എന്റെ ജീവിതത്തിൽ കിട്ടിയൊരു ഫസ്റ്റ് മൂവിയാണ് കാശില്ലാതെ ജീവിക്കുക. കാശില്ലാതെ ജീവിക്കുക. ഇന്ന് നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് തെറി പറയുന്ന കാര്യം എന്ന് പറയും. ഇപ്പൊ ഞാനും ഇദ്ദേഹം പണ്ടേ ഇപ്പൊ ഒരു സംഭവം പറയാം, അതിനകത്തൊരു സീൻ പറയാം. നിങ്ങൾ കണ്ട തെറി വിളിക്കണ്ടേ? ഞാൻ പറയാം, ഞാനും അനുഭവ ചേച്ചി ഇവിടെ നിൽക്കുമല്ലേ, ഇവിടെ നിൽക്കുമ്പോൾ ആദർശം അവിടെ നിൽക്കുവാണെങ്കിൽ ആദർശിന്റെ സീൻ എടുക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് കഴിഞ്ഞ എന്തായിരിക്കും സീൻ എന്ന് പറഞ്ഞില്ല. ഞാനും മരുന്നിങ്ങനെ നക്കണ സീനുണ്ട്, അത് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ അത് കൊള്ളാമെന്ന് പുള്ളി പറയുമ്പോ പുള്ളിയുടെ അടുത്ത് ഞാൻ നിൽക്കണം, ഇങ്ങോട്ട് ചോദിക്കുന്ന സീനിൽ ഞാൻ നിൽക്കണം. ഈ പടം എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഇത് ഏതവനാണ് അവിടെ നിന്ന് വെച്ച് സീനുണ്ട്. ഇപ്പോഴും ഞാൻ ഈയിടെ യൂട്യൂബിൽ കണ്ടപ്പോ ഞാൻ ചിരിച്ചു തത്തു. അതായത് ഈ മനരാജ് വേഷം മാറി ഇങ്ങനെ മരുന്ന് പറയുന്ന സീനാണ്. മനാന്റെ കൂടെ ഞാൻ നിൽക്കണം, മനാജ് വീണമെന്ന് ചോദിച്ചപ്പോ ഞാൻ വാങ്ങിയിട്ട് നക്കണ സീനിൽ നിൽക്കണം. അപ്പം ആ സിനിമയുടെ കൂടിയാണ് ഞാൻ വന്നത്. അന്ന് ജഗത് ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു മറക്കില്ല. എന്നാന്നറിയോ, പാത്രം ക്ലീൻ ചെയ്ത് വിട്. അതായത് ചെറിയ എന്തൊരു പൊട്ട പൊടിയെന്ന് പുള്ളി കാണിച്ചത്, ഇതാരാ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചു. ശ്രദ്ധിച്ച് വേണം, ജോലിക്ക് അതിന്റെ ആത്മാർത്ഥമാണെന്ന്. നല്ല മനുഷ്യൻ. അങ്ങനെ അതിലൂടെ രസികൻ എന്ന് പറഞ്ഞ സിനിമയില് ചെന്നുപെട്ടു. കോതോങ്കൽ MA കോളേജിലായിരുന്നു ഷൂട്ട്. ഒരു ചെറിയ സീൻ കിട്ടി, ജയിൽ സീൻ കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പനമ്പള്ളി നഗറിൽ വെച്ചൊരു ഇടിസീനിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ദിലീപേട്ടൻ്റെ ഒരു നന്മ ഞാൻ കണ്ടു. ഒരു പേഷ്യന്റ് വന്നപ്പോൾ പുള്ളി മാറി നിന്ന് കുറച്ച് പൈസ കൊടുക്കുവാണ്. അങ്ങനെ നല്ല മനുഷ്യത്വം എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ആ ഒരു കുറെ സിനിമകൾ പ്രൊഡക്ഷൻ പോയി ആയിട്ട് സനുഷ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ ഇവിടെ സ്റ്റാർ, സനുഷ അതിന് എടുത്തുകൊണ്ട് നടക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി. കൃഷ്ണപക്ഷ കിളികൾ എന്ന് പറഞ്ഞ രേവതി ചേച്ചിയുടെ പടം, പെരുമ്പാവൂരായിരുന്നു ഷൂട്ട്. ആ സിനിമയുടെ അതില് സനുഷയുടെ അച്ഛൻ സന്തോഷ് ഏട്ടൻ, കണ്ടോട്ട് ഒരു കുഴപ്പമില്ല, സന്തോഷ് സനുഷയുടെ അച്ഛൻ. ആ അനിയൻ കുഞ്ഞു ഉണ്ടായിരുന്നു, കുഞ്ഞായിരുന്നവൻ, സനൂപ് കുഞ്ഞായിരുന്നവൻ. അപ്പൊ ഞാൻ അവിടെ ഞങ്ങൾ പാത്രം കൂട്ടിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പട്ടി വന്ന് ഇങ്ങനെ പാത്രം നക്കുക, ഫുഡ് കൊടുത്ത് എന്നെ അവിടെ. അപ്പൊ എന്നെ വിളിച്ചിട്ട് അഭിലാഷത് പട്ടി ആ രീതിയിൽ വിളിച്ച്. അപ്പൊ നല്ലൊരു സൗഹൃദം. ആ സമയത്ത് ജയസൂര്യയുടെ പെങ്ങളായിട്ട് പിന്നെ കാർത്തികയുടെ ഇവിടെ പെരുമ്പാവൂരാണ്, ഊമപ്പണ്ണൂരിയുടെ പയ്യിലൊക്കെ ഉള്ള. പിന്നെ അംബിക ചേച്ചി,
അംബികാ മോഹനല്ലേ ദിലീപേട്ടൻ അമ്മയായിരുന്നു. എന്റെ കൈ മുറിയുമ്പോൾ പുള്ളിക്കാരൻ ഞാൻ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി, സാരിയുടെ തുമ്പ് വലിച്ചു കയറി കൈ കിട്ടുക. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ സിനിമകൾ ചെയ്യാൻ പറ്റി. ബ്ലാക്ക് എന്ന് പറഞ്ഞ പടത്തിൽ ഞാനുണ്ട്. അതായത് മമ്മൂക്ക അതിനകത്ത് ബ്ലാക്ക് മമ്മൂക്കയുടെ പടമാണ്. അതിന്റെ ഷൂട്ടിൽ ഞാൻ പങ്കെടുത്തപ്പോ കിട്ടിയ പുള്ളി ഒരു ഇതില് കയറി പോയില്ലേ, മറ്റേ എന്താ പറയാ പയർവണ്ടി ഉണ്ടല്ലോ, ആരോ കാളൊക്കെ വന്നിട്ട് പോയില്ലേ സ്ഥലത്ത് വെച്ചിട്ട് പോണ, അതിന്റെ പുറകെ കയറി പോണ ആൾക്കൂട്ടത്തില് എന്നെ ശരിക്കും കാണിക്കണം മമ്മൂക്കയുടെ അടുത്ത്. പിന്നെ ബിഗ് ബിയുടെ സീനിൽ ഞാൻ പോയി നിന്നു. അതായത് ആ മരണ സീനില്ലേ, ആ അമ്മ മരിച്ചിട്ട് പോകുമ്പോ കൊടയൊക്കെ പിടിച്ച് മമ്മൂക്ക അതൊന്നും നനയില്ല, കൊടയൊക്കെ പിടിച്ചാ പോണം, ഞങ്ങളെല്ലാം നനഞ്ഞ് ഇതായിട്ട് പോയി. അത് ഫോട്ടോ വെച്ചിലായിരുന്നു ഷൂട്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ സിനിമയോട് ഭ്രമമായിട്ട് ഞാൻ കുറെ അലഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കുറെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ചെയ്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യെത്തും ദൂരത്ത് ഫഹത്തിന്റെ പ്രൊഡക്ഷൻ പണി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് എണീക്കണം. ആ പ്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ടുള്ള അഭിനയത്തിലേക്ക് വന്നത് ഫഹത്തിന്റെ പടം. എന്നെ സംഭവം അറിയോ, രാവിലെ 4 മണിക്ക് എണീക്കണം, ഫുഡ് കൊടുക്കണം, നമുക്ക് ഉറക്കമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇവര് പാക്കപ്പ് പറയുമ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ ചെല്ലണം. അപ്പൊ അങ്ങനെ വന്നിട്ട് ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചു. രേഷ്മ എന്ന് പറഞ്ഞൊരു ഷക്കീല തരംഗം ഉണ്ടല്ലോ, അതിൽ അസുരയുഗം എന്ന് പറഞ്ഞ ഒരു പടത്തിൽ അഭിനയിച്ചു. അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് ഒരു വൃത്തികെട്ട സ്ത്രീ എന്നൊക്കെ രേഷ്മേനെ വിളിക്കുമല്ലോ, പക്ഷെ അവർ അഭിനയത്തിന് വേണ്ടി അവർ പലതും ചെയ്യുന്നു. ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നറിയും, ഞാൻ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് തമിഴ്, തമ്പി ഇരുന്ന് കഴിക്കും, ഇതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അസുരയുഗ യുഗം എന്നൊരു പടത്തിൽ പ്രതാപേന്ദ്രനുണ്ട്, സാലൂക്കരനാടുണ്ട്, പ്രതാപേണ്ടല്ലേ എന്താടാ എന്ന് പറയുന്ന സംഭവമില്ലേ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെ കുറെ സിനിമകൾ അനുഭവമായിട്ട് പിന്നീടാണ് കുറെ സിനിമകൾ അഭിനയിച്ചതും നായകൻ വരെ എത്തിയത്. മാസ്റ്റർ മനാപാതിരാജ് കോളനി എത്തിയത്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഒരു വിജയം ഉണ്ടാവും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിൽക്കണത് നമുക്ക് ചിലപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ആയിരിക്കും തന്നെ. അപ്പൊ കഴിഞ്ഞ ദിവസം കുറെ ആളുകൾ കണ്ടപ്പോൾ എന്റെ കൂടെ നിർത്തി ഫോട്ടോ എടുത്തു, പരിചയപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു കമന്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ മുന്നോട്ട് പോരെ. ഇപ്പൊ ഗുലാന്റെ തട്ടുകട സിനിമ ചെയ്തു, ഓർമ്മകളല്ലേ. ഇപ്പൊ പണ്ട് ഈ പുള്ളി പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഓർമ്മകളില്ലെങ്കിലും ചെറിയ ചെറിയ ഓർമ്മകളുണ്ട്. അല്ലല്ല